പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് മെയ് 13 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. ചിന്താരിയ മാതാവ് സമയത്തിനധികമായ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ചാൽ ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു.
കർത്താവേ, കുടുംബം വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത്, പല വിഷയങ്ങളെക്കുറിച്ചും ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥലെ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാശ്വരശ്വരെ നയിക്കുവാവേ. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് അടിമനസ്സിലെ അവിശ്വാസം എന്നുള്ള. അടിമനസ്സിലെ അവിശ്വാസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിൽ കൈകാര്യം ചെയ്തിരിക്കുന്ന രശ്മി തോമസിൻ്റെ സാക്ഷ്യങ്ങളിൽ ഒരു കാര്യം അടിമനസ്സിലെ അവിശ്വാസമാണ്. ഇവർക്ക് 27 വർഷമായിട്ടുള്ള നടുവിന് രോഗമാണ്, ഭയങ്കര വേദനയാണ്, അവർക്ക് പള്ളിയിൽ പോകാൻ പോലും പ്രയാസമാണ്. പക്ഷേ അവർ രാത്രി ഈ വേദനയ്ക്ക് എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ പോയാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് ഇഴഞ്ഞാണ് അവർ വാഷ്റൂമിൽ പോണത്, തിരിച്ചു വന്ന് ഇഴഞ്ഞാൽ വരുന്നത്. അപ്പോൾ അവർ സൈക്കിളിൻ്റെ ഭർത്താവിനെ വിളിക്കും, ഇതൊക്കെ എങ്ങനെയാണ് ആശുപത്രിയിൽ പോകണമെന്ന് പറയും. അയാൾ വരുമ്പോൾ താമസിച്ച് പോകും, രാത്രി 11 മണിയാവും. അപ്പോൾ അദ്ദേഹം പറയും നമുക്ക് പോയാലോ എന്ന് പറയുമ്പോൾ അവിടെ പറയും ഇനിയിപ്പോൾ ഡോക്ടർമാരൊന്നും നല്ല ഡോക്ടർമാരൊന്നും കാണത്തില്ല, രാവിലെ പോകാം. അപ്പോൾ അവർക്ക് ബോധം വന്നത് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഉടമ്പടി തൈലം തേച്ചാണ് അവരുടെ രോഗങ്ങളിൽ നിന്നല്ല അവർ മോചിതരാകണത്. കുട്ടികളും പോയി സ്വന്തമായിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഉടമ്പടി തൈലം തേക്കാൻ പറ്റാത്തത്? എനിക്കറിയാമല്ല, ഉടമ്പടി തൈലം എന്ന് പറയുമ്പോൾ ഒരു മരുന്നൊന്നും അല്ലത്, അതൊരു വിശ്വാസ പ്രയോഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവന് മരിച്ചെന്ന് ഉയർപ്പിക്കുകയും ചെയ്യുന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴല്ലേ നമ്മൾ ക്രിസ്തുവിനെ രക്ഷ പ്രാപിക്കണത്. അപ്പോൾ അത് അത്തരം കൊണ്ട് ഏറ്റുപറയുന്ന പോലെ തന്നെ യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയും ദൈവനെ മരിച്ചെന്ന് ഉയർപ്പിക്കുന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ആ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വിശ്വാസ പ്രയോഗം നടത്തും. വിശ്വാസ പ്രഖ്യാപനമുണ്ട്, വിശ്വാസം പ്രാർത്ഥനയുണ്ട്. വിശ്വാസം ദൈവസന്നിധിയിൽ പ്രകടിപ്പിക്കുമ്പോൾ അത് പ്രാർത്ഥനയാകും. വിശ്വാസം ജനങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കുമ്പോൾ അത് വിശ്വാസം പ്രഖ്യാപനമാകും. വിശ്വാസം ഒരു വ്യക്തിയിലോ ഒരു സാഹചര്യത്തിലോ പ്രയോഗിക്കുമ്പോൾ അത് വിശ്വാസ പ്രയോഗമാകും. ഉടമ്പടി ഉപ്പുടമ്പടി തൈലമൊക്കെ യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തെറ്റാതെ വിശ്വാസ പ്രമാണം ചൊല്ലി കർത്താവെ നിങ്ങൾ കുടുംബങ്ങളിലേക്ക് പോകുവാൻ അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവാൻ എന്ന് പറഞ്ഞ വിശ്വസിക്കുന്നതിന് കൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞില്ലേ? മർക്കോസ് 16:17 വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളം ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികൾ അതാണ് സംഭവം, അവർ രോഗികളുടെ മേൽ കൈവെക്കും, അവർ സുഖം പ്രാപിക്കും. വിശ്വസിക്കുന്നവർക്ക് കർത്താവ് നൽകുന്ന അടയാളത്തിൽ ഒന്നാണ് രോഗസൗഖ്യം. അപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശു കർത്താവാണെന്ന് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നത് എന്താണ്? യേശു കർത്താവാണെന്ന് അതിനെ കൊണ്ട് ഏറ്റു പറയണം. ദൈവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്നിട്ട് അത് പ്രയോഗിക്കുമ്പോഴാണ് വിശ്വാസ പ്രയോഗം. അതിലാണ് ഈ ഉടമ്പടി തൈലമൊക്കെ തേക്കുമ്പോൾ. പക്ഷേ രശ്മി തോമസ് ഈ ഉടമ്പടി തൈലം എന്തുകൊണ്ട് ഞാനിങ്ങനെ ഉണ്ടെങ്കിലും ഞാനിങ്ങനെ ഉടമ്പടിയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഉടമ്പടി തൈലം അവർ സ്വന്തമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അവർ വിശ്വാസപ്രമാണം ചെറിയ സ്വന്തമായിട്ട് ഉപയോഗിച്ചു. ആ സെക്കൻഡ് അവർ സൗഖ്യപ്പെട്ടു. ആ സാക്ഷി നമുക്ക് കേൾക്കാം. അവർ നേഴ്സിംഗ് പ്രൊഫസറാണെന്ന് ഓർക്കണം, അല്ല സാധാരണ ലേഡിയല്ല, നേഴ്സുമാരെ പഠിപ്പിക്കുന്ന പ്രൊഫസറാണ്. പക്ഷെ അവരെ ചെയ്യുമ്പോൾ അവർക്ക് സൗഖ്യം വരുന്നതിൻ്റെ കാരണം ഈ മർക്കോസിൻ്റെ 16:17 അവർ രോഗിയുടെ മേൽ കൈവെക്കും, അവർ സുഖം പ്രാപിക്കും. അവരുടെ അത് കൈവെക്കണമല്ല പ്രശ്നം, വിശ്വസിക്കുന്നതിൻ്റെ കൂടെയാണ്. പക്ഷേ വിശ്വസിക്കുമ്പോൾ ഒരു പ്രശ്നമുള്ളത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളുടെ വിശ്വാസത്തിൽ ദൈവം അവിശ്വാസം കണ്ടെത്തരുത്. അതൊരു വല്ലാത്ത പ്രശ്നമാണ്. പലരുടെയും വിശ്വാസം ദൈവം, ഇപ്പോൾ ഇവർ തന്നെ ഇത്രയും വലിയ നല്ല ലേഡിയായിട്ട് പോലും അവരൊരു അവിശ്വാസം ഇല്ലായിരുന്ന,
അവരുടെ മക്കളൊക്കെ എല്ലാം രോഗപ്പെടുത്തെല്ലാം തേച്ച് സുഖപ്പെടുമ്പോൾ ഇവരെന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അവർക്ക് ഒരു അവിശ്വാസം ഉണ്ടാകും അതിനുള്ളിൽ. അതിന് ചിലർക്കാണ് ഈ അഭിഷേകം ഉള്ളത്. വിശ്വാസ പ്രയോഗത്തിൻ്റെ അഭിഷേകം ഉള്ളവർക്കാണ് അത് ചെയ്യാൻ എളുപ്പം. വിശ്വാസ പ്രയോഗത്തിൻ്റെ അഭിഷേകം ഉണ്ടാകണം. ദൈവം അവരുടെ പ്രയോഗങ്ങളെ അംഗീകരിക്കണം. അത് നമ്മുടെ വിശ്വാസത്തിൽ ദൈവം അവിശ്വാസം കണ്ടെത്തരുത്. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമെന്നില്ലേ? ലുക്കാ 18:8. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തും. ഭൂമിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ട്രേലിയയിലും അമേരിക്കയിലൊന്നും അല്ല, മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് വെച്ചാൽ ഭൂമി വിശ്വാസത്തിനുള്ളിൽ അവിശ്വാസം ഉണ്ടാകും. അതിപ്പോഴും ഉണ്ടല്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിൽ അവിശ്വാസം ഉണ്ടോ എന്ന് നോക്കണം. അത് നിരന്തര ശ്രദ്ധ നമുക്ക് ഉണ്ടാകണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.